ഇന്ന് കടുക്കച്ചോറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാ അരി കൊണ്ട് റേഷൻ അരിയോ ചോറ് വെക്കുന്ന ഏത് അരിയാണോ അതുകൊണ്ട് പൊന്നിയരി അങ്ങനെ ഏത് അരി കൊണ്ടും വെക്കാൻ പറ്റുന്നൊരു ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ചൂട് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇത് തനിയെ ഇങ്ങനെ ഈ കടുക്കൻ്റെ വായ് തുറന്നത് പോലെ വരും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് ഇതിൻ്റെ ഈ കടുക്ക ഇറന്നെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളതിൻ്റെ ഒരു ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അത് വെട്ടിക്കളഞ്ഞ് പോക്കണം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് അതൊരു ചേരി കടിക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇത് ഞങ്ങൾ പോയിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കടലിൽ പോയിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണ്ണ് കടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതിങ്ങനെ പോക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആക്കിയതിന് ശേഷം ഇത് വളരെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ തോലാണ് ഇഷ്ടം പോലെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു പൂവിൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നല്ലോണം ഒന്ന് അരിപ്പക്കൊട്ടയിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം അരിപ്പക്കൊട്ടയിൽ ഇട്ട് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് സാദാ ചോറ് വെക്കുന്ന പോലെ അരിയും പിന്നെ ആദ്യം വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് വേകുമ്പോഴേക്ക് നമുക്ക് ഇതിനായിട്ടുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എണ്ണയോ എന്താണോ യൂസ് ആക്കുന്നത് അത് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ അതവിടെ കിടന്നൊന്ന് വെന്തോളും. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ ഈ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അത് പൊരിക്കാനിടുക. അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ച ഒരു 3-4 വലിയുള്ളി നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിൽ അരിയുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. നമ്മുടെ സാധാ മസാലക്കും ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരു മുറിച്ചതുപോലെ. അപ്പോൾ അതത്രയും മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കടുക്ക ഉപ്പ് മുളക് മഞ്ഞൾ ഇതൊക്കെ ഇട്ട് പൊരിക്കാനിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇനി തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെക്കാം. 3 തക്കാളി 5-6 പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എത്രയാണ് എടുത്തത്. ഇനി നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തി പേസ്റ്റ് വരുവാക്കിയിട്ട് നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുക്കുന്നതാണ്, അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഒന്ന് അടിച്ചെടുത്ത് വരുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ച് വെക്കാം. ഇനി നമുക്ക് ആ ചോറൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നൊരു സമയമുണ്ടല്ലോ, വേവത്തിയ ഒരു സമയം, ആ സമയത്ത് നമ്മൾ അടിച്ച് വെച്ച ആ ഒരു തക്കാളിയും പച്ചമുളകിൻ്റെയും ആ പേസ്റ്റും പിന്നെ മല്ലിച്ചപ്പ് അതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച ആ കല്ലുമ്മക്കായയിലേക്ക് തന്നെ മുറിച്ച് വെച്ച വലിയ ഉള്ളി കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, കുറച്ചൊരു മീഡിയമിലാക്കി വെച്ച് നിങ്ങൾക്ക് വേറെ പണികളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്കിനി നമ്മൾ ഇനി എന്തെങ്കിലും പൊടി ചേർക്കണമെങ്കിൽ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ പൊരിക്കുമ്പോൾ തന്നെ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനോണ്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ചോറൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് സമയം വെച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് മൂടി വെച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മസാലയും ചോറും വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ നമ്മൾ മജ്ബൂസൊക്കെ ആക്കുന്ന പോലെ എല്ലാം കൂടെ മിക്സ് ആക്കുക. ഞാനിവിടെ കടുക്ക ചോറ് എന്നിട്ട് ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ആ കടുക്കൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ കല്ലുമ്മക്കായ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.